ഏതൊരു പ്രവാസിയുടെയും ആഗ്രഹമാണ് നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ വരുമാനം നേടിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിയാണോ? ഒട്ടുമിക്ക പ്രവാസികളും നാട്ടിൽ എന്തെങ്കിലും രീതിയിൽ ഒരു വരുമാനം ആഗ്രഹിച്ച് നാട്ടിൽ സെറ്റിലാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളാണോ നിങ്ങൾ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന പ്ലാന് നിങ്ങൾക്കുണ്ടോ? അതുപോലെ എന്തെങ്കിലും ഒരു ഹോം സ്റ്റേ, റിസോർട്ട്, ഫാം, അല്ലെങ്കിൽ ഒരു ടാക്സി മേഖല, എന്ത് തന്നെ ആവട്ടെ, ജനങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ റീൽസ് കാണാനും വീഡിയോ കാണാനും ഒക്കെ. നാളെ നമുക്ക് ഈ പ്രവാസം അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ളൊരു വരുമാനം നേടിയെടുക്കാനും, അതുമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സിന് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടും ഈ സോഷ്യൽ മീഡിയ ഒക്കെ നാളേക്ക് വേണ്ടി മാറ്റിവെക്കാതെ കുറച്ച് സമയം ചിലവഴിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കെല്ലാവർക്കും നമ്മുടെ മൊബൈലിൽ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കാണാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് സമയമുണ്ട്. നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ലായ്മയല്ല, അതിനുള്ള മനസ്സ് നമുക്കില്ല എന്ന് തന്നെയാണ്. ഏതൊരു പ്രവാസിയുടെയും ആഗ്രഹമാണ് നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ വരുമാനം നേടിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലാകുന്നത്, ആ സമയത്തേക്ക് വേണ്ടി ഇപ്പോഴേ നമ്മൾ ഓരോ സ്റ്റെപ്പായി ചെയ്തു വെക്കുക. അത് വരുമാനം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം വരുമാനം പ്രതീക്ഷിക്കാതെ എന്തൊരു കാര്യമാണോ നമ്മൾ നാട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ വിജയം. അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ത് തന്നെ ആവട്ടെ, അതിന് നല്ല നമ്മുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ ആ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാണോ നമ്മൾ നാട്ടിൽ സെറ്റിലാവാൻ പോകുന്നത് അന്നത്തേക്ക് വേണ്ടി ഇന്ന് തന്നെ അതിനു വേണ്ടി തയ്യാറെടുക്കുക. ഇത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുക, അവർ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാതെ ഇതിനു വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബയോയിൽ പോയാൽ കിട്ടും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഉണ്ട്, അതിൽ വന്ന് മെസ്സേജ് അയക്കാം. ഏത് സമയത്തും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതുമായി ബന്ധം ഒരു പ്രവാസിക്ക് നാട്ടിൽ സെറ്റിലാകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ എങ്ങനെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ഈ പൊളിറ്റിക്സ് ഒന്നും അധികം ആവശ്യത്തിന് പൊളിറ്റിക്സൊക്കെ വേണം. ഞാനൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പൊളിറ്റിക്സിൽ കളിച്ച് നടന്ന ഒരാളായതുകൊണ്ട് എന്നെ അറിയുന്ന ഒരുപാട് പേർക്കറിയാം. സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും എൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പതിപ്പിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ സെറ്റിലാകുന്നതിന് മുന്നേ എന്തൊരു മേഖലയാണോ നമ്മൾ മുന്നോട്ട് ലക്ഷ്യം വെച്ച് പോകുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വളരെ ചിട്ടായ രീതിയിൽ ഇന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുക. അത് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കാതെ അതിനുവേണ്ടി എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ വേണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.